കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ്. കൂടെ മയോണൈസും തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് ചിക്കൻ വെച്ചോ മുട്ട വെച്ചോ ഒക്കെ ഉണ്ടാക്കാം. നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ടും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാവുന്നതുമായ സാൻഡ്വിച്ചാണ് കേട്ടോ. അതിനായി കാബേജ്, ക്യാരറ്റ്, സവോള, ക്യാപ്സിക്കം ആണ് വേണ്ടത്. പിന്നെ ബട്ടറും ബ്രെഡുമാണ് എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. കൂട്ടുകാരെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനി വെജിറ്റബിൾസ് എല്ലാം കഴുകി വൃത്തിയാക്കി നൈസായി കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ നീളത്തിൽ കനം കുറച്ചാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബ്രെഡിനകത്ത് നമ്മൾ വെജിറ്റബിൾസ് വെച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് കടിക്കാനും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിലെ അരിയെല്ലാം കളഞ്ഞിട്ട് വേണം കേട്ടോ. സവാള നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ക്യാബേജും നീളത്തിൽ. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് ഒന്നായി വഴറ്റിയെടുക്കണം. ബട്ടറെല്ലാം അതിലേക്ക് കവർ ചെയ്ത് വരട്ടെ. കൂടുതൽ കരിയൊന്നും വേണ്ട കേട്ടോ. വെജിറ്റബിൾസ് എല്ലാം പച്ചയോടുകൂടി നമുക്ക് കഴിക്കാൻ ഇഷ്ടമാണല്ലോ. ക്യാബേജും ക്യാപ്സിക്കും എല്ലാം അതേപോലെ കിട്ടാറുണ്ട്. ഇപ്പം നമുക്കിവിടെ ബട്ടറിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതലങ്ങ് മൂക്കണ്ട. ഒരു കടിക്കുമ്പോൾ ഒരു പച്ച ചുവ ഉണ്ടാവാതെ. ഇനി അതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയാണ് കേട്ടോ. കൂടുതലൊന്നും വേണ്ട, അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയാൽ ഇതാ സാൻഡ്വിച്ചിനകത്തുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മയോണൈസ് തയ്യാറാക്കാം. എഗ്ഗ് വെച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഇത് ഹെൽത്തി അല്ല എന്നാണ് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാം. ഒരു എഗ്ഗിൻ്റെ വൈറ്റ് ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എഗ്ഗിൻ്റെ അളവ് കൂട്ടിയെടുത്തോളൂ. ഇനി അതിലേക്ക് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു വെളുത്തുള്ളിയും അല്പം ഉപ്പും കൂടിയിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അടിച്ച് പതഞ്ഞ് വരുമ്പോൾ അല്പം കൂടി ഓയിലൊക്കെ ഒഴിച്ച് അടിച്ചെടുക്കാം കേട്ടോ. നിർത്തി ഇതാ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ഫില്ലിങ്സ് റെഡിയായി. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായി വീണ്ടും പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ബ്രെഡ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 2 സൈഡും ഒന്ന് ബട്ടറെല്ലാം കവർ ചെയ്യുന്ന രീതിയിലാക്കിയെടുത്ത് ഇതാ ഓരോ ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ഇതേപോലെ വെച്ച് കൊടുക്കാം. ആദ്യം വെജിറ്റബിൾസും പിന്നെ മയോണൈസും പിന്നെ അതിന് മുകളിൽ ഒരു ബ്രെഡും കൂടി വെച്ചാൽ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ ഒരു വെറൈറ്റിയും കൂടി ആയിരിക്കും. വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. ഒരു സാധാരണക്കാരുടെ സാൻഡ്വിച്ചാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.